ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പയൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. താങ്ക് യു പയൽ നമ്പർ 1. താങ്ക് യു. താങ്ക് യു. ഒരു കാർഡ് വീണിട്ടുണ്ട്, ഏസ് ഓഫ് സോർഡ്സ്. താങ്ക് യു. The Fool, the Moon. Okay. ഏസ് ഓഫ് സോർഡ്സ് അതുപോലെ തന്നെ ഫൂളിൽ വന്നിട്ട് ന്യൂ എനർജിയാണ്, ന്യൂ ബിഗിനിങ് ആണ് കാണിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റാർട്ടിങ് പീരീഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ജോബ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പവർ, എന്തെങ്കിലുമൊക്കെ അതോറിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫൂൾ വന്നിട്ട് പറയുന്നത് കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ചെറിയൊരു ഡിഫിക്കൽട്ടി ഫസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, പക്ഷേ കുറച്ചുകൂടെ ട്രസ്റ്റ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ, കോൺഫിഡൻസിൻ്റെ എനർജി ആയിട്ട് ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ചാലഞ്ചസ് ഓവർകം ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. അതുപോലെ തന്നെ മൂൺ വന്നിട്ട് ഇവിടെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, അത് മെൻ്റലി നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ്, എന്തെങ്കിലുമൊക്കെ ആൻസേഴ്സ് ഇന്ന് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ സൈക്കിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ആൻഡ് ദ എംപറർ. ഓക്കെ, ബാക്കിൽ വന്നിട്ട് കണ്ടോ, എഗെയിൻ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് കപ്സ്, ഏസ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഒത്തിരി ന്യൂ എനർജീസ് കാണാൻ സാധിക്കുന്നുണ്ട്. ന്യൂ സ്റ്റാർട്ട്, ന്യൂ ബിഗിനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ചെറുതായിട്ടുള്ളൊരു കോൺഫിഡൻസിൻ്റെ പ്രോബ്ലം, കാരണം ഇവിടെ എംപററും വന്നിട്ടുണ്ട്, തൻ്റെ പവർ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട്, കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ക്ലിയർ അല്ല കാര്യങ്ങൾ, വ്യക്തമല്ല കാര്യങ്ങൾ, ഒരു സ്റ്റക്ക് എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം റിഫ്ലക്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ചോയ്സ് എടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ഒത്തിരി എന്താ പറയുക, ആങ്ഷ്യസ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ധൃതി കൂട്ടാതിരിക്കുക ഒന്നിനും വേണ്ടിയിട്ട്. ഓക്കെ, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ അതോറിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഗവൺമെൻറ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചാലഞ്ച് ഇന്ന് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള എനർജീസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ടിരിക്കുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. എഗെയിൻ വന്നിട്ട് ഫൈനലായിട്ട് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് നോക്കുക. താങ്ക് യു. ഗാർഡിയൻ ഏഞ്ചൽസ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏഞ്ചലാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഗാർഡിയൻ ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് ഈ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങളോട്. ഇവിടെ റിലാക്സ് ആണ് വന്നേക്കുന്നത്. നിങ്ങളുടെ എനർജി റിലാക്സ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ പറയുന്നത് there is plenty of time to do and achieve all you desire. Place your hands on your heart and allow your breath to guide you to a quiet space within. Imagine yourself bathed in golden light flowing from the eternal heart of God. I, your guardian angel, I am with you. Allow me into your heart. You will accomplish more by
focusing on that which is most important in the life, love. ഇവിടെ നിങ്ങളോട് അഗെയിൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ധൃതി കൂട്ടാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ ഓവറായിട്ട് ട്രൈ ചെയ്യണ സമയത്ത് പിന്നെയും നമുക്ക് സെയിം റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുക. അതിന് പകരമായിട്ട് നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ദിവസം പറയുന്നത്. കുറച്ച് സമയം നിങ്ങളുടെ കൂടെ തനിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഓറ, നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ ലൈറ്റ് നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ട് ഇമാജിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്നേഹം, കാരുണ്യം, കമ്പാഷനിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ റിലാക്സ്ഡ് ആയിട്ടിരുന്നിട്ട് ബേബി സ്റ്റെപ്സ് എടുത്തു വെച്ചിട്ട്, ഓരോ ചുവടുവെപ്പ് എടുത്തു വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അപ്പോൾ ഇത്രയാണ് പായൽ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. താങ്ക് യു. പായൽ നമ്പർ 2. പായൽ നമ്പർ 2. ഹയറഫൻറ്റ്. ഇന്നത്തെ ദിവസം ഒത്തിരി ഹയർ ലേണിംഗ്, സ്പിരിച്വാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ റിസീവ് ആകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കാം. ഓക്കെ. ആ ഒരു അറിവ് നിങ്ങളെ എന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷൻ, ഒത്തിരി നേരം നിങ്ങളെ അലട്ടിയിരുന്ന എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് എനിക്ക് ഇന്നത്തെ ദിവസം ഫീൽ ചെയ്യുന്നുണ്ട്. സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹീലേഴ്സ് ആയിരിക്കാം, വേറെ ഏതെങ്കിലും മേഖലയിലായിരിക്കാം. ഓക്കെ. അപ്പോൾ സ്പിരിച്വലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ആ ഒരു സ്പിരിച്വൽ ടച്ച് ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജിയിലിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒത്തിരി പേരുടെ ലൈഫിൽ പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ഒത്തിരി പേരെ ഹീൽ ചെയ്യാനായിട്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ഇന്നത്തെ ദിവസം അവൈലബിൾ ആണ്. കുറച്ച് പേർക്ക് മണി ഫിനാൻസിൻ്റെ രൂപത്തിലായിരിക്കാം, കുറച്ച് പേർക്ക് ഫുഡിൻ്റെ രൂപത്തിലായിരിക്കാം. ഓക്കെ. ഡിഫറെൻറ്റ് രീതിയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഗൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയർഫൻറ്റിൽ നിങ്ങൾക്കുള്ള ആൻസേഴ്സ് ഇന്ന് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഒത്തിരി നാളായിട്ട് തിരഞ്ഞുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഒരു റിസൾട്ട് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ജഡ്ജ്മെൻ്റ് ആയിരിക്കാം, കോർട്ട് കേസ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഒരു അറിയിപ്പായിരിക്കാം, ഒരു ന്യൂസ്, അല്ലെങ്കിൽ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ എനർജി, ക്യൂൻ ഓഫ് വോൺസിൻ്റെ എനർജി. ഇന്നത്തെ ദിവസം പാർട്ട്ണർഷിപ്പിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകുക. ബിസിനസ്സായിട്ട്, പ്രൊഫഷണൽ ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ പവർ സ്ട്രഗിൾ നടക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ സ്ട്രെങ്ത്തിൽ നിങ്ങൾ വിശ്വസിക്കാനായിട്ടും ശ്രമിക്കുക. ബാക്കിൽ വന്നിട്ട് 6 ഓഫ് സോഡ്സിൻ്റെ എനർജി, 6 ഓഫ് വോൺസിൻ്റെ എനർജി, ജസ്റ്റിസ്. കണ്ടോ? നീതിബോധത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരു ഈക്വലായിട്ട്, അല്ലെങ്കിൽ നല്ലത് വരണം, ആ ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടിട്ട്, ആങ്കർ ഇഷ്യൂസ്, അല്ലെങ്കിൽ പവർ സ്ട്രഗിൾ കൊണ്ടിട്ട് എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ പവർ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ദിവസം ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നത്. ഫൈനലായിട്ട് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഗാർഡിയൻ ഏഞ്ചൽസ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏഞ്ചലാണ്. നമുക്ക് നോക്കാം. താങ്ക് യു. പായൽ നമ്പർ 2, ബ്രേക്ക് ത്രൂ,
How many beautiful heartfelt wishes have been crushed by fear? How many times has society's voice of disapproval cast a shadow on your dreams? It's time to break free of these false beliefs and realize your dreams. Allow your heart to guide you. Trust your inner guidance. The time is right. ഇവിടെ നിങ്ങളോട് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ വരാനായിട്ടുള്ള റൈറ്റ് ടൈമാണിപ്പോൾ. അതായത് പാസ്റ്റിൽ എന്തും സംഭവിച്ചോട്ടെ, പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സോൾ പർപ്പസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ടൈമാണ്. അപ്പോൾ ആ ഒരു എനർജി ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് പിന്നോട്ട് വലിക്കുന്നത്? നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം പേടി, എന്തെല്ലാം നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്? അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ടാണ് പറയുന്നത്. കുറച്ച് പേർക്ക് സൊസൈറ്റിയുടെ പേടിയായിരിക്കാം, ചുറ്റുമുള്ളവരെന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ അംഗീകരിക്കുമോ, എനിക്ക് ടാലൻ്റ് ഉണ്ടോ, ഓക്കെ, നിങ്ങളിൽ ഒരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നെല്ലാം, ആ ഒരു ഫോൾസ് ബിലീഫ് സിസ്റ്റം, നിങ്ങൾ പഠിച്ചു വച്ചേക്കുന്ന, നിങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കി വച്ചേക്കുന്ന ആ ഒരു ചട്ടക്കൂട്, ആ ഒരു ബോക്സിൽ നിന്നിട്ട് ബ്രേക്ക് ഫ്രീ ആകേണ്ട ടൈമാണ്. കാരണം അങ്ങനെ വന്നാൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുകയുള്ളൂ, ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു എനർജിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ഗൈഡൻസ് കുറേ കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പിന്നത്തോട്ട് എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാണ്, ഇപ്പോഴാണ് അതിനുള്ള ടൈം വന്നിട്ട്. ഓക്കെ, കുറച്ച് പേർക്ക് എപ്പോഴെൻ്റെ ലൈഫിൽ നല്ല കാര്യങ്ങൾ വരും, എപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് വരുന്നത്, ആ ഒരു എനർജിയിൽ ഫുൾ ടൈം ഇരിക്കുന്നുണ്ടെങ്കിൽ എപ്പോൾ വരും. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചിന്തിക്കാൻ പറയുന്നത് ഇപ്പോഴാണ് എൻ്റെ സമയം, ഇപ്പോഴാണ് ഞാൻ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയിലോട്ട് വരാൻ നേരം കുറേ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷനായിട്ട് ഇപ്പോഴെന്താണോ വേണ്ടത് അതായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും പിന്നത്തോട്ട്, എപ്പോഴോ വരുന്ന ഒരു കാര്യമാണെന്ന് കരുതിയിട്ട് നമ്മൾ പിന്നത്തോട്ട് മാറ്റി വയ്ക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.